ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവന്റെ ഭ്രമയുഗം നമ്മളെ ഞെട്ടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞെട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഓരോ വട്ടവും വന്ന പോസ്റ്ററുകൾ തന്നെ നമുക്ക് പലതരത്തിലുള്ള പേടികളും പലതരത്തിലുള്ള ക്യൂരിയോസിറ്റികളും തന്നു കഴിഞ്ഞു. അത് തന്നെയാണ് ഒരു പക്ഷെ സിനിമയുടെ മഹാവിജയം അല്ലേ? ഒരുപാട് ഗ്രാഫിക്സും കാര്യങ്ങളും ഒന്നുമില്ലാതെ പച്ചയായ മനുഷ്യന്മാരെ പച്ചയായി ഒപ്പിയെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്ന് അടിവരയിട്ട് പറയേണ്ട അവസ്ഥയായി. കാരണം എല്ലാ പോസ്റ്ററുകളും അങ്ങനെ തന്നെയാണ് വന്നത്. അപ്പോൾ ഭ്രമയുഗം കളർ സിനിമയല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് എന്ന് തന്നെയാണ് ഉറപ്പിക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഞെട്ടിക്കും എന്നൊക്കെ തോന്നുന്നു, ചിലപ്പോൾ നുണയാവും അത്. കാരണം അങ്ങനെയാണ്. ഈ രാഹുൽ സദാശിവൻ ഏത് രീതിയിലാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ ഏജ് ഓഫ് മാഡ്നസ് ഒരു ഭ്രാന്തനായിട്ടുള്ള ആള്, അതായത് ഭ്രാന്തൻ എന്ന് പറയുന്നത് പിച്ചും വഴിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭ്രാന്തനാകാം. ഒരു പക്ഷേ പല രീതിയിലുള്ള കഥകളും ഭ്രമയുഗത്തെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു നാട്, കേരളം എന്ന് പറയുന്നില്ല, ഒരു നാട് നമ്മുടെ വസ്ത്രധാരണമൊക്കെ കൊടുത്തിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കേരളം നല്ല രീതിയിൽ പട്ടിണി പരിവട്ടൊക്കെ ഉള്ള ഒരു കാലമാണ് അല്ലെ? ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. ഒരുപാട് പട്ടിണിയും മരണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ പല ആളുകളും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ വരിക. അങ്ങനെയാണ് രണ്ട് യുവാക്കള്, ദരിദ്രരായിട്ടുള്ള രണ്ട് കീഴ്ജാതിക്കാരായിട്ടുള്ള രണ്ട് യുവാക്കള് ഒരു വീട്ടില്, ഒരു മനയിലോ ഒരു തറവാട്ടിലോ നിധി ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കത് കണ്ടെത്തിയാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും, നമുക്കത് എടുക്കാൻ പോയാലോ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് ആളുകൾ അവരെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ആ വീട്ടിൽ ഒരു മന്ത്രജാല വിദ്യ അറിയുന്ന ഒരു മാന്ത്രികനുണ്ട്, അവിടെ ഒരിക്കലും നിങ്ങൾ പോകരുത് എന്ന് പലരും അവരെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവരതൊന്നും വകവെക്കാതെ നേരെ ആ ഒരു തറവാട്ടിലേക്ക് കടക്കുകയാണ്. ആകെ പൊന്ത പിടിച്ച് കിടക്കുന്ന തറവാട്, തറവാടിന്റെ വാതിൽ തുറന്നകത്ത് കയറുന്നതും വാതിലുകൾ താനെ അടയുകയാണ്. പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത് ആ ഒരു വീടിനുള്ളിലേക്ക് തങ്ങളെ ആരോ ട്രാപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് എന്ന്. അത് മറ്റാരുമല്ല, ഏജ് ഓഫ് മാഡ്നസ് ഭ്രമയുഗത്തിലെ മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്ക ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം പോസ്റ്ററുകളിൽ തരുന്ന മമ്മൂക്ക തന്നെയാകുമോ സിനിമയിൽ കാണുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പോസ്റ്റർ പല രീതിയിലും സിനിമയിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ആളുകൾ ചിത്രീകരിക്കാറുണ്ട് അല്ലെ? ഓക്കെ, അങ്ങനെ അകപ്പെട്ടിട്ടുള്ള ഈ രണ്ട് യുവാക്കളെ മന്ത്രവാദിയായിട്ടുള്ള അയാള് മനഃപൂർവ്വം അങ്ങോട്ട് ക്ഷണിക്കുന്നതാണ്. കീഴ്ജാതിക്കാരായിട്ടുള്ള ഈ രണ്ടു പേരെ കൊണ്ട് എന്തോ ഒന്ന് ആ ഒരു മന്ത്രജാല വിദ്യ അറിയുന്ന മാന്ത്രികന് ചെയ്തെടുക്കാനുണ്ട്. ഇതാണ് ഞാൻ കൂടുതലായിട്ട് കേട്ടത്. ബ്രഹ്മയുഗത്തിന്റെ കഥയുടെ ഒരു ഇതിവൃത്തം ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് അതുകൂടെ ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. പിന്നെയും പല ഊഹാപോഹങ്ങളിലൂടെയും പല ആളുകളുടെ കഥ പറയുന്നുണ്ട്. ഒരു തറവാട്ടില്, ആളൊഴിഞ്ഞ ഒരു തറവാട്ടില് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധനായുള്ള ഒരു മനുഷ്യൻ പലരോടും പറയുന്ന പല കഥകളും ശരിക്കും നടന്നതായിട്ടുള്ള പ്രേതവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കഥകളാണ് എന്ന രീതിയിലും കമന്റുകൾ വന്നു. ഓക്കെ, എനിക്ക് അതിൽ നിന്ന് എടുക്കാൻ തോന്നിയ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, 400 വർഷം മുമ്പ് ആ ഒരു പട്ടിണിയും പരിവട്ടവുമായിട്ടുള്ള രണ്ട് യുവാക്കൾ നിധി തേടി വരുന്ന ആ ഒരു കഥ തന്നെയാണ് എനിക്ക് കൂടുതലായിട്ട് ഒന്ന് കൺവിൻസ് ആയത് എന്നുള്ളതാണ്. കാരണം സിദ്ധാർത്ഥ് ഭരതൻ അതേപോലെ തന്നെ അർജുൻ അശോകനും ആ വീട്ടിനകത്ത് കയറുന്നതും അതിനുള്ളിൽ ലോക്ക് ആവുന്ന രീതിയിലുള്ള ഭാവങ്ങളിലൂടെയാണ് അവർ നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ ഇനി അത് തന്നെയാകുമോ എന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ബ്രഹ്മയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. രാഹുൽ സദാശിവന്റെ എല്ലാ സിനിമയും അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ സിനിമകൾ. അതിൽ ഭൂതകാലം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, പകൽ പോലും പേടി വരുന്ന രീതിയിലുള്ള സിനിമയാണ്. മമ്മൂക്കയുടെ ഒരു ഗെറ്റപ്പ് തന്നെയാണ്. 2024 ഭരിക്കാൻ പോകുന്നത് മമ്മൂക്കയാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് നമുക്ക് കിട്ടിയത്. ടർബോ എല്ലാം ഈ ഒരു വർഷമാണ് വരുന്നത്. അപ്പോൾ മമ്മൂക്കയാണോ ലാലേട്ടനാണോ ഈ വർഷം അടിപൊളിയാവുക എന്നുള്ള കാര്യം അതൊരു വല്ലാത്ത ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം മമ്മൂക്കയ്ക്ക് വരുന്ന ഭ്രമയുഗമാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഗെറ്റപ്പിലൊക്കെ വലിയ രീതിയിൽ മാറ്റം വന്നിട്ട് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ. മമ്മൂക്കയുടെ ഈ ഒരു രീതിയിലുള്ള മുഖഭാവങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ ഈ ഒരു സിനിമ ലിജോ ജോസഫ് പല്ലിശ്ശേരിയുടെ സിനിമയാണ്. അപ്പൊ ഈ ഒരു രണ്ട് സിനിമകളാണ് ആളുകൾ കൂടുതൽ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ രണ്ട് ജോണറുകളാണ്. എന്നിരുന്നാലും കെട്ടുകഥയായിട്ട് നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലുള്ള എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്ന രണ്ട് കഥകളാവും.
അപ്പോൾ ഭ്രമയുഗത്തിന്റെ ടീസറുകൾ വന്നിട്ടില്ല അല്ലെ? നമുക്ക് ആകെ കിട്ടിയത് പോസ്റ്ററുകളാണ്. പോസ്റ്റർ പോലും ഞെട്ടി ധരിച്ചിരിക്കുകയാണ് നമ്മൾ. പക്ഷെ ലാലേട്ടന്റെ ടീസറുകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഒരു ഡ്രാമ മൂവി പോലെ തോന്നുന്ന തരത്തിലുള്ള ടീസറുകളാണ്. പാട്ട് റിലീസ് ചെയ്തു. അപ്പോൾ അതിലുമുണ്ട് ചെറിയ വ്യത്യസ്തം. മോഹൻലാൽ തന്നെ പാടുന്ന ഒരു പാട്ടുണ്ട്. വലിയ രീതിയിലൊക്കെ ആളുകൾ അത് എടുത്തു. ഹൽക്കോ ഹക്കോ ഹക്ക് ഹക്ക് സോറി ഹക്ക് എന്നാണ് ആ പാട്ടിന്റെ പേര്. അപ്പോൾ ബ്രഹ്മയുഗത്തിന്റെ കഥ ഞാൻ ഏകദേശം ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം കേട്ടോ, ഇപ്പൊ തന്നെ പറഞ്ഞ കാര്യമില്ല. ഇപ്പൊ ടീസർ ട്രെയിലറൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏകദേശം ഇതേപോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ബെല്ലൈക്കനൊക്കെ ഒന്ന് എനബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷമായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസും നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളത് പരിഹരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. കാരണം ഒന്ന് സബ് അടിച്ച് ഷെയർ ചെയ്ത ആൾക്കാരിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെക്കന്മാർക്ക് ഒന്ന് കൊടുത്താൽ മതിയുള്ളൂ, ആളുകൾ കണ്ടോളൂ. അപ്പോൾ ബ്രഹ്മയുഗത്തിന്റെ ഓരോരോ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക്